കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദന്റെയും അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്ന നമ്മളെല്ലാവരും ഇത്രയും നാളും കാണാൻ കാത്തിരുന്ന ഒരു നല്ല വിശേഷം തന്നെയാണ്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു ഗീതുവിന്റെ ഒരു കുഞ്ഞെന്നുള്ള. അങ്ങനെ ഗീതുവിന്റെ ആഗ്രഹം സഫലമാകണം. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ രാധികാമ്മയുടെ കുറച്ച് തന്ത്രങ്ങളും ഒക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഗീതവും ഗോവിന്ദും കൂടെ വെമ്പാലമുക്കിലുള്ള ആ വീട്ടിലിരിക്കുന്ന സമയത്ത് ഗീതുവിന് അജാസിനെ കുറിച്ചുള്ള ആ വലിയ തെളിവ് കിട്ടുവാണ്. ഇൻഹേലർ ഗീതുവിന് കിട്ടി. ഈ സമയത്ത് ഗീതവും ഗോവിന്ദും കെട്ടിപ്പിടിച്ചിരിക്കുന്ന സമയത്ത് ഗോവിന്ദന്റെ കാൽച്ചോട്ടിലേക്ക് ആ ഇൻഹേലർ വീഴുന്നുണ്ട്. ഗീതുവിന് അത് എങ്ങനെ എടുക്കണം എന്നറിയത്തില്ല. ഒരു പക്ഷെ താനിപ്പോ എടുത്തിട്ടുണ്ടെങ്കിൽ ഗോവിന്ദേട്ടൻ പിന്നെ ചോദിക്കും അതെന്താ ഏതാ എങ്ങനെയെന്നൊക്കെ. അങ്ങനെ അവസാനം ഗോവിന്ദ് കാണാതെ ഗീതു അത് കൈക്കലാക്കി ഒളിപ്പിച്ചു വെക്കുകയാണ്. പിന്നീട് വീട്ടിലേക്ക് വന്നെങ്കിലും ഗീതുവിന്റെ മനസ്സ് നിറയെ ആ ഇൻഹേലറിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. ഒരു പക്ഷെ അജാസിക്കയുടെ തന്നെയായിരിക്കും. അജാസിക്കയാണ് കിഷോറിന്റെ ബോഡി കൊണ്ട് അവിടെ കുഴിച്ചിട്ടെങ്കിൽ എന്തിനാണ് കള്ളത്തരം പറഞ്ഞ് ഇത്രയും വലിയൊരു നുണ പറയേണ്ട കാര്യം എന്താ? തന്നോടും ഗോവിന്ദനോടും ഇതുവരെ ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് തന്നോട് പോട്ടെ ഇനിയിപ്പോ ഗോവിന്ദനോടോ ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ലെന്നാ അജാസിക്ക പറഞ്ഞ്. എന്നിട്ട് പിന്നെ എന്തിനീ കള്ളത്തരം ചെയ്തു? എങ്ങനെ ഒരു ചിന്തയുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അജാസിക്കനെ കാണണം, ഇതിന്റെ സത്യാവസ്ഥയൊക്കെ ചോദിച്ചറിയണം എന്ന് തന്നെ തീരുമാനിക്കുകയാണ്. പിന്നീട് വീട്ടിൽ വന്നതിന് ശേഷം ഗോവിന്ദാണെങ്കിൽ രാധികാമ്മേനെ മൈൻഡ് പോലും ചെയ്യാൻ അങ്ങോട്ട് പോയില്ല. ആ സമയത്താണ് അങ്ങോട്ടേക്ക് വരുൺ ഓടിയെത്തുന്നേ. വരുമ്പോ എന്നിട്ട് പറഞ്ഞു, അതെ ഗോവിന്ദേട്ട പെട്ടെന്ന് ഓടി വരാൻ പറയണം. എന്താ കാര്യം എന്താ? അമ്മ എന്തോ ഗുളിക കഴിച്ചെന്ന് പറയണം. ഗുളിക കഴിച്ചു? എന്ത് ഗുളിയാ? എന്തോ ഗുളിക കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് പറയാ. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഗോവിന്ദൊക്കെ ഓടി ചെല്ലുവാണ്. ഓടി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച രാധികാമ്മ ഇങ്ങനെ കിടക്കുന്നതാണ്. വരണ പറഞ്ഞ രാധികാമ്മയോട് ഗുളിക കഴിച്ചോളാൻ പറഞ്ഞ്. അങ്ങനെ കഴിച്ചാലോ ഇനി ഗോവിന്ദേട്ടൻ വിശ്വസിക്കോളെന്ന്. പെട്ടെന്ന് തന്നെ ഗോവിന്ദ് എല്ലാരും കൂടെ ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ചെന്ന് കഴിഞ്ഞ് പരിശോധന എല്ലാം കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞു കൃത്യസമയത്ത് തന്നെ കൊണ്ടുവന്നുകൊണ്ട് ആളെ രക്ഷിക്കാനായിട്ട് പറ്റിയെന്ന് പറയണം. പക്ഷെ രാധികാമ്മ ആകപ്പാടെ തളർന്നുപോയി. കാരണം വരുൺ പറയുന്ന അനുസരിച്ച് 3-4 ഗുളിക അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട്. പക്ഷെ രാധികാമ്മയ്ക്ക് നല്ല പണി തന്നെ കിട്ടിയത്. എന്താണേലും ആ ഒരു ഗുളിക കഴിക്കലോട് കൂടിയിട്ട് രാധികാമ്മയുടെ ബോഡി ആകപ്പാടെ വീക്കായിപ്പോയി. എഴുന്നേക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ വരുൺ നല്ലൊരു 8ന്റെ പണി തന്നെ രാധികാമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഈ സമയം ഗീതുവിന്റെ മനസ്സിലെ ചിന്ത മൊത്തം എങ്ങനെ അജാസിക്കനെ കാണണം എന്നുള്ളതാണ്. പിന്നീട് അവർണികനെ ഗീതു വിളിക്കുന്നുണ്ട്. ഗീതു വിളിച്ചിട്ട് അവർണിയോട് അന്ന് അജാസിക്ക വീട്ടിൽ വന്നോന്നൊക്കെ ചോദിക്കുന്നുണ്ട്, കിഷോർ മരിച്ചേന്റെ അന്ന്. പക്ഷെ അതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ തന്നെയായിരുന്നു അവർണിക വീണ്ടും ആവർത്തിച്ചേ. വന്നിട്ടില്ല, പക്ഷെങ്കില് അജാസിക്കയ്ക്ക് അറിയത്തുള്ളൂ, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ലെന്നൊക്കെ അവർണിക പറയുന്നുണ്ട്. പക്ഷെ ഗീതുവിന്റെ എഴുത്തും പിടിയും കിട്ടിയില്ല. അവസാനം ഗീതു ഒരു കാര്യം തീരുമാനിച്ചു, ഇക്കാനെ പോയി കാണണം. ഇക്കാനെ പോയി കണ്ട് സത്യാവസ്ഥകൾ എന്താണെന്ന് അറിയാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവസാനം ഗീതു അജാസിനെ കാണാനായിട്ട് ചെല്ലുവാണ്. പിന്നീട് അജാസിക്കയോട് ചോദിച്ചു, അതെ ഇക്കാടെ ഇൻഹലർ കാണാതെ പോയെന്ന് പറഞ്ഞിട്ട് അത് തിരികെ കിട്ടിയായിരുന്നു ചോദിക്കാം. ഇത് കേട്ടതും അജാസിലൊരു പലുമനുണ്ടായി. അജാസ് പറഞ്ഞു, അല്ല അത് പിന്നെ പെങ്ങളെ ഞാൻ പുതിയതൊരെണ്ണം വാങ്ങിയെന്ന് പറയാം, അല്ല പഴയത് കിട്ടിയില്ലല്ലേ എന്ന് ചോദിക്കാണ്. ഇല്ലാന്ന് പറയാണ്. പിന്നീട് ഗീത തന്റെ കയ്യിലിരുന്ന ഇൻഹലർ എടുത്ത് കാണിച്ചിട്ട് ചോദിച്ചു, ഇതാണോ ഇക്കടെ കളഞ്ഞുപോയി ഇൻഹലർ എന്ന് ചോദിക്കുക. ഒരു നിമിഷം അജാസ് ഒന്നും ഞെട്ടുന്ന ഗീത ശ്രദ്ധിച്ചു. അല്ല അത് പിന്നെ ഇതാണോന്ന് എനിക്ക് അറിയില്ല, എന്റെ എവിടെ പോയെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം. അല്ല പെങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കാം. കിട്ടിയത് എവിടെന്നെങ്കിലും ആട്ടെ. അല്ല അജാസിക്ക് എന്നോട് എന്തെങ്കിലും കള്ളം പറയുന്നുണ്ടോന്ന് ചോദിക്കാം. അത് പിന്നെ ഞാൻ എന്തിനാ ഗീതയോട് കള്ളം പറയണേ? സത്യം പറയക്ക, ഇക്ക എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടതും അജാസ് പറഞ്ഞു, ഞാൻ എന്തിനാ മറച്ചു വെക്കണമെന്ന് ചോദിക്കാം. അതെ എനിക്കിത് കിട്ടിയത് എവിടെ നിന്നാന്നറിയോ? വെമ്പാലമുക്കിലുള്ള ആ വീട്ടിൽ നിന്ന് കിഷോറിന്റെ ബോഡി കുഴിച്ചിട്ടിരിക്കുന്നതിന്റെ തൊട്ടടുത്ത് നിന്ന് കിട്ടിയതാണ് ഈ ഇൻഹലർ എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ അജാസിക്ക അല്ലെ അവിടെ പോയിട്ടുണ്ടായിരിക്കുക, ഇക്കട കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിലോ? പക്ഷേങ്കിൽ അതങ്ങ് സമ്മതിച്ചു കൊടുക്കാനായിട്ട് അജാസ് കഴിഞ്ഞില്ല. കാരണം ഗീതുവിന്റെ കൈ കിട്ടല്ലേ, അത് പോയി വേറെ പോലീസുകാരുടെ കൈ കിട്ടണം, എങ്കിലേ തന്നിലേക്ക് അന്വേഷണം വരുള്ളൂ. അതിനു മുമ്പ് കുറച്ച് ജോലികളൊക്കെ കൂടെ ബാക്കിയുണ്ടായിരുന്നു അജാസിന്. അതുകൊണ്ട് മാത്രം അജാസ് സത്യം തുറന്നു പറയാനായിട്ട് വിസമ്മതിച്ചു. പക്ഷേങ്കിൽ ഗീതു തിരിച്ചും മറിച്ചു വിട്ട് അജാസിനെ ചോദ്യം ചെയ്തു. അവസാനം അജാസ് പറഞ്ഞു, അതെ ഞാനാണ് കിഷോറിന്റെ ബോഡി അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടേന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഒരു ഞെട്ടലുണ്ടായി ഗീതുവില്. പിന്നീട് അജാസ് പറഞ്ഞു, തൽക്കാലത്തേക്ക് പെങ്ങളിത് കാര്യം ആരോടും പറയരുത്, കാരണം എനിക്ക് അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്ത് തീർക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അജാസ് കാര്യങ്ങളൊക്കെ പറയാണ്. അന്നുണ്ടായ സംഭവങ്ങളെല്ലാം എല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗീതുവിന് സഹിക്കാൻ പറ്റിയില്ല. വല്ലാത്ത സങ്കടമായിപ്പോയി. അജാസൊക്കെ തന്നെയും അല്ലെങ്കിൽ അവർണികനെയൊക്കെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഒരു ഉദാഹരണം ആയിരുന്നത്. പിന്നീട് അജാസ് പറഞ്ഞു, അതെ തൽക്കാലത്തേക്ക് ഇപ്പം ഗോവിന്ദ് സാറിനോട് പോലും ഈ കാര്യങ്ങളൊന്നും പറയരുത്, പെങ്ങൾ ആരോട് പറയരുന്നൊരു വിശ്വാസത്തിന് പുറത്താ പെങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എനിക്കിനി കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്തു തീർക്കാണ്ട് അതിനുശേഷം മാത്രം ഞാൻ എന്തായാലും പിടികൊടുക്കും.
അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഗീതുവിന് ഭയങ്കര ടെൻഷനായിരുന്നു. പാവയ്ക്ക, താങ്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ അവർണയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലോ ഇങ്ങനെ ഒരു കാര്യം ചെയ്തേ. പക്ഷെ പോലീസ് പിടിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. ഇത്രയും കാലത്തെ പരിചയമുള്ളെങ്കിലും തന്റെ സ്വന്തം ഒരേട്ടനെ പോലെ തന്നെയാണ് ഇക്കനെ ഗീതു കണ്ടിട്ടുണ്ടായിരുന്നത്. കിഷോർ എന്താണെങ്കിലും മരിക്കേണ്ടവനാണ്. അവൻ അത്രയ്ക്ക് ദുഷ്ടനാണ്. അവൻ നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ലെന്ന് വന്നേ. അവർണയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കി, അതും പോരാഞ്ഞിട്ട് ആ സ്വത്തുക്കൾ തട്ടിയെടുക്കാനും കൂടെ വന്നേ. അതും പോരാഞ്ഞിട്ട് ഇനിയിപ്പം അന്ന് അജാസിക്കനെ കൊല്ലാനും കൂടെ നോക്കിയതാ. അപ്പൊ അവൻ എന്താളും മരിക്കേണ്ടവൻ തന്നെയാണ്. പക്ഷെ നിയമത്തിന് മുന്നിൽ നോക്കി കഴിയുമ്പോൾ അജാസിക്കായ്ക്ക് ഒരു രക്ഷയില്ലെന്നുള്ള കാര്യം ഗീതുവിന് നന്നായിട്ട് അറിയാം. എല്ലാ പഴുതുകളും അടയും. ഗീത പറഞ്ഞു, ഞാൻ എന്താളും ഈ കാര്യങ്ങൾ ഇപ്പൊ ഉടനെ പറയാൻ പോകുന്നില്ല. അജാസിക്കാനെ കാരണം പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ, അതുവരെ ഞാൻ ആരോടും പറയാനൊന്നും പോകുന്നില്ലെന്ന് അജാസിന് ഗീതു വാക്കു കൊടുക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ സമയത്തൊക്കെ ഗോവിന്ദന്റെ മനസ്സിൽ ഭദ്രനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. ഭദ്രൻ എവിടെ പോയി? പക്ഷെ ഗീതുവിന്റെ വിചാരം എന്താ, ഭദ്രൻ തീർത്ഥയാത്ര പോയെന്ന് ഓർത്തണ്ടായിരുന്നേ. എങ്ങനെയെങ്കിലും ഭദ്രൻ എവിടെയാന്ന് കണ്ടെത്തണം. എങ്കിൽ മാത്രമേ ഇനിയിപ്പം ഒരു ഇത്ര നാള് സംഭവിച്ച എന്താന്ന് അറിയാനായിട്ട് സാധിക്കുള്ളൂ എന്നൊക്കെ ഗോവിന്ദ് ഒരു രഹസ്യ അന്വേഷണമൊക്കെ നടത്തുന്നുണ്ട്. അതിനകത്ത് അജാസിനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു ഈ രഹസ്യ അന്വേഷണത്തിൽ. പക്ഷെ ഗോവിന്ദൻ അറിയത്തില്ല അജാസാണ് കിഷോറിനെ ഇല്ലാതാക്കിയെന്നുള്ള സത്യം. ആ സമയം രാധികാമ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞ് രാധികാമ ആകെപ്പാടെ പെട്ട അവസ്ഥയാ. രാധികാമേനെ അനാർക്കലി വിളിക്കുന്നുണ്ട്. അനാർക്കലി വിളിച്ചിട്ട് പണത്തിന്റെ കാര്യം പറയുന്നുണ്ട്. 50 ലക്ഷം തരാന്ന് പറഞ്ഞിട്ട് നീ ഇതുവരെയായിട്ട് 1 രൂപ പോലും തന്നിട്ടില്ല രാധികെ. അതുകൊണ്ട് ഈ അനാർക്കലി എന്താ ചെയ്യുമ്പോ നീ കണ്ടു ആ വീഡിയോസ് ഉണ്ടല്ലോ, അത് ഞാൻ ഗോവിന്ദന്റെ ഫോണിലേക്ക് ഇട്ട് കൊടുക്കുമെന്ന് പറയാം. ഇത് കേട്ടതും രാധിക പറഞ്ഞു, അനാർക്കലി നീ ചതിക്കരുത്, എന്റെ അവസ്ഥ നീ മനസ്സിലാക്ക്. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഞാൻ ആത്മഹത്യയുടെ വക്കിലെത്തിക്കോ. ഒന്ന് ട്രൈ ചെയ്തു, അത് പരാജയപ്പെട്ടു പോയി. ഇനിയും നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതല്ലാതെ വേറൊരു മാർഗമില്ല. കുറച്ച് സമയം കൂടെ എനിക്ക് തരണം, എങ്കിൽ മാത്രം എനിക്ക് പണമൊക്കെ സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. ഇത് കേട്ട അനാർക്കലി പറഞ്ഞു, ഇനി സമയം തരാനൊന്നും പറ്റില്ല രാധികയെ, നിനക്ക് തരാനുള്ള സമയം കഴിഞ്ഞെന്ന് പറയാം. ഇത് കേട്ടതും രാധയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എങ്ങനെയെങ്കിലും ഗോവിന്ദനോട് കുറച്ച് പണം ചോദിച്ചാലോ. ഒരു പക്ഷേ ഗോവിന്ദനോട് പണം ചോദിച്ചാൽ ഗോവിന്ദൻ എന്തിനാ ഏതിനാന്നൊക്കെ ചോദിക്കും. എന്തേലും കള്ളത്തരം പറഞ്ഞാലോ എന്ന് കരുതിയിട്ട് രണ്ടും കൽപ്പിച്ച് രാധിക ഗോവിന്ദന്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. പിന്നീട് ഗോവിന്ദനോട് പറഞ്ഞു, കണ്ണ എനിക്ക് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ടെന്ന് പറയാം. അല്ല അമ്മയ്ക്ക് ഇപ്പൊ എന്തിനാ എത്ര പണത്തിന്റെ ആവശ്യം? അല്ല അത് പിന്നെ വരുണിന് വേണ്ടിയിട്ടാ. അവൻ എന്തിനാ? അവനൊരു ബിസിനസ് തുടങ്ങാൻ കുറച്ച് പണം വേണമെന്ന് പറഞ്ഞു. അവന് എന്ത് ബിസിനസ്സാ തുടങ്ങണേ? അവൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ തരട്ടെ, അതിനുശേഷം നമുക്ക് പണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാന്ന് പറയാം. അത് പിന്നെ കണ്ണ, അതെ അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് അമ്മ പറ, എന്തിനു വേണ്ടിയിട്ടാ, ആർക്കെങ്കിലും കൊടുക്കാനാണോ, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ പണം തരാം. അല്ലാതെ അവന് ബിസിനസ് തുടങ്ങാനാന്ന് പറഞ്ഞാൽ ഞാൻ തരത്തില്ല. കാരണം അവന് ബിസിനസിന്റെ ABCD പോലും അറിയത്തില്ലാത്തവനാ. അവൻ കൊണ്ടുപോയി പണം കൊണ്ടുപോയി വെറുതെ കൊണ്ടുപോയി കളഞ്ഞു കുളിക്കാനായിട്ട് അതിന്റെ ആവശ്യമുണ്ടോ? അവൻ എന്തെങ്കിലും ബിസിനസ് ആണെങ്കിൽ അവൻ എന്റെ വ്യക്തമായിട്ട് ഉള്ള കാര്യമാണ് സാധനം തരട്ടെ എൻ്റെ കയ്യിലേക്ക്. അപ്പൊ ഞാൻ അതിന് പണം മുടക്കാന്ന് പറയണം. അവിടെ രാധിക തോറ്റുപോയി. രാധയ്ക്ക് പിന്നെ ഒരു ഓപ്ഷൻ ഇല്ല. സ്ഥലം വെക്കാൻ നോക്കിയിട്ട് അതൊന്നും നടക്കുന്നില്ല. അനാർക്കലിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റുന്നില്ല. പക്ഷെ ഭദ്രൻ എവിടെ പോയി? ഒരു പക്ഷേങ്കില് ഭദ്രനെ അന്ന് അവിടെ കുഴിച്ചിട്ടാണ്. ഇനിയിപ്പൊ അനാർക്കലി അങ്ങനെ മാറ്റിട്ടുണ്ടായിരിക്കുമോ? അങ്ങനെ ഒരു ചിന്തയൊക്കെ രാധികയിൽ ഉണ്ടാകുന്നുണ്ട്. രാധിക ഇതിനെക്കുറിച്ച് വരുണിനോട് സംസാരിക്കുന്നുണ്ട്. മോനെ, ഭദ്രന്റെ ബോഡി ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. അതിനർത്ഥം ഒരു പക്ഷെ അനാർക്കലിയാണ് മാറ്റിയിട്ടുണ്ടോ, അതോ ഇനിയിപ്പോ ഭദ്രൻ ജീവനോടെ ഉണ്ടോന്ന് പോലും അറിയത്തില്ലോ എന്ന് പറയാം. ഇത് കേട്ടൻ വരും പറഞ്ഞു, ആ കാര്യത്തിൽ നമുക്ക് പേടി വേണ്ട. അയാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അയാൾ ഇനിയിപ്പം എവിടെ എന്താ നമുക്കറിയേണ്ട കാര്യമില്ല. അല്ലാതെ മോനെ, ഭദ്രന്റെ കേസ് എങ്ങാനും ഇനിയും പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളകത്താവെന്ന് പറയാം. എങ്ങനെ നമ്മളകത്താനായിട്ട്? നമ്മൾ ഒരു കാരണവശാലും അകത്താവില്ല. നമ്മളങ്ങോട്ട് പോയിട്ടില്ലല്ലോ, പിന്നെ ഇങ്ങനെയാ. അതുകൊണ്ട് ഇനി ഈ കാര്യത്തിൽ പേടി വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് രാധികയുടെ മനസ്സ് തണുത്തൊന്നുമില്ല. പിന്നീട് വിജയലക്ഷ്മി വല്ലാത്ത ടെൻഷനിലാണ്. വിജയലക്ഷ്മിയുടെ ഉള്ളിൽ നടത്തിയ രഞ്ജുവിനെ കുറിച്ചുള്ള ചിന്തകളാണ്. അവൾക്ക് എങ്ങാനും ഒരു കുഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. കാരണം ഒരിക്കലും കുഞ്ഞു പിറക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജുവിന്റെ ജീവനത് ആപത്താണ്. 2-3 തവണ ഇതിനെക്കുറിച്ച് ധ്യാനോട് സംസാരിച്ചു. പക്ഷെ ധ്യാന് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ലമ്മേ. പക്ഷെ രഞ്ജുവിന്റെ മനസ്സിൽ ഇപ്പൊ ധ്യാനോട് പറയാനും പറ്റില്ലോ. അവൾക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞു വേണമെന്ന് അവളുടെ ആഗ്രഹം എന്നൊക്കെ. അവസാനം വിജയലക്ഷ്മി ഗീതനെ വിളിക്കുകയാണ്. ഗീതനെ വിളിച്ചിട്ട് ആ കാര്യങ്ങൾ പറയണം. രഞ്ജുവിന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല മോളെ, ആകെപ്പാട് ടെൻഷനാ. അവളെങ്ങാനും പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവനം തന്നെ ആപത്താന്ന് പറയണം. അവസാനം ഗീത പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ രഞ്ജുവിനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ എന്നൊക്കെ പറയാം. നീ സംസാരിച്ചുകൊണ്ട് പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം
ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ച് വരെ അവൾക്ക് ക്ലാസ്, ഡോക്ടറെ കണ്ട് ക്ലാസ് ഒക്കെ എടുത്തു കൊടുത്താണ്. എന്നിട്ട് പോലും അവൾക്കൊരു കുഞ്ഞ് വേണം അത്ര അതിയായ മോഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുക. പിന്നീട് രഞ്ജുവിനെ ഗീതു കാണുന്നുണ്ട്. രഞ്ജുവിനോട് ഗീതു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ധ്യാനിനെ കുറിച്ച് സംസാരിക്കുക. ധ്യാനിനെ കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം മതിയില്ലേ ഒരു കുഞ്ഞെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും രഞ്ജു പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, കുഞ്ഞുണ്ടായാലും കുഴപ്പമില്ല, കാരണം അതങ്ങ് വളർന്നു പോയിക്കോളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞുണ്ടായെന്ന് പറഞ്ഞാൽ എല്ലാവരും പണമുള്ളവരാണ് പിള്ളേരുണ്ടാക്കുന്നല്ലോ, പണമില്ലാത്തവർക്കും ജീവിക്കണ്ടേ. അതൊക്കെ കടമുണ്ടെങ്കിലും ബാധ്യതകളുണ്ടെങ്കിലും കുഞ്ഞുങ്ങളുണ്ടായാലും അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് വളർന്നു പോയിക്കോളും. അത് ഓർത്തിട്ട് എനിക്കൊരു ടെൻഷനും ഇല്ല എന്നൊക്കെ പറയണം. ദൈവം തരുന്ന വരദാനമല്ലേ കുഞ്ഞ്, അതുകൊണ്ട് എപ്പോഴെന്താന്ന് വെച്ചാൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ നടക്കട്ടെ എന്നൊക്കെയാണ് രഞ്ജു പറയുന്നത്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീതുവിന് ഒരു കാര്യം മനസ്സിലായി. ഇനി എന്തായാലും ദൈവത്തിന്റെ കയ്യിലല്ല, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നീട് ധ്യാനെ വിളിച്ച് ഉപദേശിക്കുന്നതൊക്കെയുണ്ട്. അവസാനം ധ്യാൻ പറഞ്ഞു, ഞാൻ ഉറപ്പ് തരുമോ, ഒരു കാരണവശാലും രഞ്ജു പ്രഗ്നന്റ് ആവത്തില്ല, കാരണം അവളുടെ ജീവന ആപത്ത് വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ധ്യാനും നല്ല പേടിയുണ്ടായിരുന്നു. ഒരു പക്ഷേങ്കില് രഞ്ജുവിന്റെ സ്വഭാവമാണ്. അവളാണെങ്കിലോ ഒരു കാര്യം ചെയ്യില്ലെന്ന് പറഞ്ഞാൽ അത് മാക്സിമം അവൾ ചെയ്യാനായിട്ട് നോക്കുന്ന ഒരു സ്വഭാവമാണ്. വാശി പിടിച്ചാൽ അവൾക്ക് വാശിയായിരിക്കും. അങ്ങനെ ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ തന്നെ അവളുടെ മനസ്സിലേക്ക് വന്ന ഒരു കുഞ്ഞ് വേണമെന്ന് അതിയായ മോഹമായിരുന്നു. അതൊക്കെ വിജയലക്ഷ്മിക്ക് നന്നായിട്ടറിയാം. പിന്നീട് വിജയലക്ഷ്മിയെ ആശ്വസിപ്പിച്ചിട്ടാണ് ഗീതു വീട്ടിലേക്ക് പോരുന്നത്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു, 2-3 ദിവസം കഴിഞ്ഞു. ഈ സമയത്ത് രേഖയുടെ ഉള്ളിലാണെങ്കിൽ വല്ലാത്ത ടെൻഷനുണ്ട്. കാരണം ഭദ്രനെ ഇല്ലാതാക്കിയത് എങ്ങനെയാന്ന് വരനേട്ടന്റെ രാധികാമ്മയ്ക്ക് അറിയാം. പക്ഷെ അത് കണ്ടുപിടിക്കണ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വരനേട്ടൻ എങ്ങനെയെങ്കിലും കയ്യിലെടുത്തേ മതിയാവുള്ളൂ. കയ്യിലെടുത്താൽ മാത്രം ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. രാധികാമ്മയുടെ പിടിയിൽ നിന്ന് അതിന് വരനെ രക്ഷിച്ചാൽ മതിയാവുള്ളൂ. അതിനു വേണ്ടിയിട്ട് രേഖ പുതിയ തന്ത്രങ്ങളൊക്കെ പയറ്റി നോക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും രാധികാമ്മയുടെ പിടിയിൽ നിന്നും വരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ചൊക്കെ അത് വിജയം കൈവരിച്ചു. കാരണം രേഖയുടെ വലയിലേക്ക് വരുൺ വന്ന് വീഴുന്നുണ്ട്. വിജയലക്ഷ്മിക്ക് മനസ്സിലായി തന്റെ മോൻ തന്റെ കൈപ്പിടിയിൽ നിന്ന് വിട്ടുപോകുന്നു. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയിരുന്നു വിജയലക്ഷ്മിക്ക്. പിന്നീടാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം നടക്കുന്നത്. രാവിലെ ഗീതു ഇങ്ങനെ എഴുന്നേറ്റ് വന്നു കഴിയുമ്പോഴത്തേനുമാണ് ഗീതുവിന് പെട്ടെന്ന് തലവിട്ടുന്ന പോലെ തോന്നി. ഗീതു ഒന്ന് അവിടെ ഇരുന്നു. ഈ സമയം ഗോവിന്ദ അങ്ങോട്ട് വന്നു. ഗോവിന്ദ എന്നിട്ട് ചെന്താ നിൽക്കണേ, ഒന്നും ഇല്ലാന്ന് പറയാണ്. പിന്നെ ഗോവിന്ദ ഓർത്തു വെറുതെ ഒന്നും അവള് തലവിട്ടിൽ വെറുതെ വല്ല പ്രഷറിന്റെ ഒക്കെ ആയിരിക്കും എന്ന് ഓർത്തുകൊണ്ട് ഗോവിന്ദ് പറഞ്ഞു, അതൊരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് പ്രഷറൊക്കെ ചെയ്ത് ഡോക്ടറെ കണ്ടു വരാന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ഗീത പറഞ്ഞേ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയാണ്. പിന്നീട് ഗോവിന്ദ് പതിവ് പോലെ ഓഫീസിലേക്ക് പോയി. ഗീതുവിന് ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ തുടങ്ങുകയാണ്. ആ സമയത്ത് രേഖയായിരുന്നു വീട്ടിലുണ്ടായിരുന്നേ. പിന്നീട് രേഖ ഗീതുവിനും കുട്ടി ഹോസ്പിറ്റലിലേക്ക് പോകണം. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴാണ് ആ കാര്യം അറിയുന്നത്. ഗീതു പ്രഗ്നന്റ് ആണെന്നുള്ള സത്യം അറിയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേഖയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അതിനേക്കാൾ ഒരു സന്തോഷമായിരുന്നു ഗീതുവിനുണ്ടായിരുന്നത്. പിന്നീട് വീട്ടിലേക്ക് വരുവാണ്. എല്ലാവരും കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഇതിപ്പോ ഗോവിന്ദനോട് പറയണ്ടെന്ന് പറഞ്ഞു. ഗോവിന്ദനോട് സർപ്രൈസ് കൊടുക്കാൻ തന്നെ ഗീത തീരുമാനിക്കുകയാണ്. അങ്ങനെ വൈകുന്നേരം ഗോവിന്ദ് വന്നപ്പോ ഈ കാര്യം പറയണമെന്നുണ്ട് മനസ്സിലായി. പക്ഷെ എങ്ങനെ പറയും, അതൊരു ടെൻഷനായിരുന്നു ഗീതുവിന്റെ ഉള്ളില്. അവസാനം ഗീത രണ്ടും കൽപ്പിച്ച് ആ കാര്യം പറയാനായിട്ട് തന്നെ തീരുമാനിച്ചു. തന്റെ വയറ്റില് ഗോവിന്ദന്റെ ഒരു കുഞ്ഞ് വളരുന്നുണ്ടെന്ന്, ഒരു കുഞ്ഞു ഗോവിന്ദ് വളരുന്നുണ്ടെന്നൊരു കാര്യം അങ്ങനെ അവസാനം ഗീത പറയുവാണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഈ ലോകം കീഴടക്കിയ മട്ടിലുള്ള ഇതായിരുന്നു ഗോവിന്ദ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാര്യമല്ല ഇത്. ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു കുഞ്ഞ് വേണം. കാരണം പ്രിയയ്ക്ക് കുഞ്ഞൊക്കെ ജനിച്ചു കഴിഞ്ഞപ്പോഴാണെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് തക്കൊരു കുഞ്ഞുണ്ടായിട്ടില്ല. അത് മാത്രമല്ല കല്യാണത്തിന് ശേഷം അതുപോലത്തെ സംഭവങ്ങളൊക്കെ അല്ലേ അവര് തന്നെ ഒന്നായി ചേർന്ന കുറെ കാലത്തിന് ശേഷം. എന്നാലും തനിക്കും ഗീതനുമായിട്ടൊരു കുഞ്ഞു വേണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷെ ഗോവിന്ദ് അതൊന്നും പുറമെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഗീത പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഗീതുവിനെ എടുത്ത് പൊക്കി ഉയർത്തി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാണ് ഗോവിന്ദ്. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നീട് വിജയലക്ഷ്മിയോടൊക്കെ ഗീതു ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. വിജയലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം തന്റെ മകന്റെ കുഞ്ഞാണ് പിറക്കാൻ പോകുന്നത്. അതിനേക്കാളും ഒരു സന്തോഷം വിജയലക്ഷ്മിക്ക് വേറെ കിട്ടാനുണ്ടായിരുന്നില്ല. ഗോവിന്ദ് ഭയങ്കര സന്തോഷമാണ്. പക്ഷേങ്കിൽ ഈ കാര്യങ്ങൾ രാധികാമ്മ അറിഞ്ഞു. രാധികാമ്മ വരണം അറിഞ്ഞപ്പോ രാധികാമ്മയ്ക്ക് സഹിച്ചില്ല. ഗീതു പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ വരനെ വിളിച്ചിട്ട് ഒരു കാരണവശാൽ ആ കുഞ്ഞ് പറക്കരുത്. ആ കുഞ്ഞ് പറന്നിട്ടുണ്ടെങ്കിൽ അത് അപകടമാണെന്ന് പറയാണ്. അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കിട്ടാനുള്ള സ്വത്തൊന്നും കിട്ടത്തില്ല. എല്ലാം ആ കുഞ്ഞിലേക്ക് വന്നു തരും. ഇത്രയും കാലം എന്താണോ പേടിച്ചിരുന്നത് ആ ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഗീതു പ്രഗ്നന്റ് ആയിരിക്കുന്നത്. ഒരു കാരണവശാലും അത് പാടില്ലെന്ന് പറയാണ്. അവസാനം കുഞ്ഞിനെ കളയാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. ഇത് രേഖ മറിഞ്ഞു എന്ന് കേട്ടു. കാരണം പാലിനകത്ത് ഒരു പൊടി കലക്കി ഗീതുവിനെ കൊണ്ട് കുടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ രേഖ തന്ത്രപൂർവ്വം അത് മാറ്റുവാണ്. അങ്ങനെ അവരുടെ കള്ളക്കളികളൊക്കെ രേഖ പൊളിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഗീതുവിന്റെ കുഞ്ഞിനെ ഏതു വിധേനും രക്ഷിക്കാൻ തന്നെ
രേഖ തീരുമാനിക്കുകയാണ്. ഇനിയിപ്പം രേഖ തീരുമാനിച്ച ഒരു കാരണവശാലും അവരെ വിശ്വസിച്ചുകൂടാ. അവരിവിടെ ഉള്ളിടത്തോളം കാലം ഗീതുവിന്റെ കുഞ്ഞിന് ആപത്താണ്. പിന്നീട് ഗീതയുടെ രേഖ വന്നിട്ട് ഒരു കുറച്ച് ദിവസം വേണമെങ്കിൽ വീട്ടിൽ പോയി നിന്നോളാനൊക്കെ പറയുന്നുണ്ട്. അവിടെ പോയി നിൽക്കുവാണെങ്കിൽ സേഫ് ആണോ എന്ന് ഓർത്തോണ്ടാ രേഖ പറയണേ. രേഖയ്ക്ക് പച്ചയ്ക്ക് വിളിച്ച് പറയാൻ പറ്റില്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നൊക്കെ. അങ്ങനെ എന്തായാലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലൊരു ഭൂകമ്പം തന്നെ നടക്കുമെന്നറിയാം. പക്ഷേ എങ്കിൽ ഗോവിന്ദാണെങ്കിൽ കണ്ണിലെ കൃഷ്ണമണി പോലെയാ പിന്നീട് ഗീതുവിനെ നോക്കുന്നത്. ഇനിയിപ്പം നമ്മൾ കാണാനായിട്ട് പോകുന്ന ആ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഇതിനകത്ത് ഇനിയിപ്പം ഭദ്രനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരുമോ എന്ന് അറിയത്തില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഗീതുവിന്റെയും ഗോവിന്ദന്റെയും കുഞ്ഞാവ് വരാൻ പോകുന്നു. അപ്പൊ ഇനി നമുക്ക് അതിന്റെ വിശേഷങ്ങൾ കാത്തിരിക്കാം കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.